الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയങ്കരായ സഹോദരന്മാരെ, ആദരണീയരായ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ജീവിതം ചിട്ടപ്പെടുത്താനുള്ളൊരു യജ്ഞത്തിൻ്റെ തീരുമാനത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടാൻ പ്രേരിപ്പിച്ചത്. വിഷയം എന്ന രീതിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുദ്ദേശിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിച്ചു പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി നമ്മളെല്ലാം ജീവിക്കുകയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾ, ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതിനുവേണ്ടിയുള്ള ഗൗരവതരമായ ആലോചനയിലൂടെ, ഗൗരവതരമായ തീരുമാനങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യാന്ത്രികമായിട്ടല്ല. ഒരു വീട് വേണമെങ്കിൽ, വിവാഹം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ, ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെങ്കിൽ അതൊക്കെ യാന്ത്രികമായി അങ്ങ് വന്നുകൊള്ളും. ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നാൽ മതി എന്ന ഒരു ചിന്തക്കപ്പുറം അവയെക്കുറിച്ചൊക്കെ വലിയ ബോധ്യത്തോടെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ കൈയാളി വരുന്നത്. വീട് വെക്കുന്നതിനെ കുറിച്ചാവട്ടെ, കുടുംബജീവിതം നയിക്കുന്നതിനെ കുറിച്ചാവട്ടെ, വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാവട്ടെ, എല്ലാറ്റിനും നമുക്ക് വലിയൊരു പ്ലാൻ ഉണ്ട്. നമ്മളൊക്കെ സാധാരണ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പ്ലാൻ കണ്ടെത്തി കാര്യങ്ങൾ കൈയാളുക എന്നുള്ളത് മനുഷ്യന്റെ സവിശേഷതയാണ്. ഈ ലോകത്ത് ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്, നമുക്കറിയാവുന്നതുപോലെ. അവർക്കൊന്നും വീടിന്റെയോ ജീവിക്കാനുള്ള സൗകര്യത്തിന്റെയോ അസൗകര്യത്തിന്റെയോ ഒന്നും പ്രശ്നമില്ല. അവർ അന്തിയുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ജീവിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നു, ഒക്കെയുണ്ട്. അതങ്ങനെ നടന്നു പോകുന്ന വിഷയമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നടന്നാൽ പോരാ. അവന് ജീവിതത്തിൽ ഒട്ടേറെ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നല്ല, ഒട്ടേറെ ലക്ഷ്യങ്ങൾ. അതൊക്കെ കരഗതമാവണമെങ്കിൽ അവൻ കുറച്ച് കൂലങ്കഷമായി തന്നെ അന്വേഷിക്കേണ്ടതും അധ്വാനിക്കേണ്ടതുമാണ്. അപ്പൊ മനുഷ്യന്റെ സവിശേഷത നിലക്ക് നമുക്കൊരു ആപത്ത് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആപത്തിലേക്ക് നമ്മൾ എടുത്തു ചാടുന്ന സന്ദർഭത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയാൽ ഒരിക്കലും ആ ആപത്തിലേക്ക് നമ്മൾ എടുത്തു ചാടില്ല. തീ സ്പർശിച്ചാൽ പൊള്ളുമെന്ന് തിരിച്ചറിവുള്ള കുഞ്ഞുങ്ങൾ വരെ തീയിലേക്ക് കൈനീട്ടാൻ തയ്യാറാവുകയില്ല. അത് പൊള്ളും, വേദനിപ്പിക്കും എന്ന തിരിച്ചറിവ് അവനുണ്ട്. എന്നതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ആപത്തിലേക്ക്, ഒരു നഷ്ടത്തിലേക്ക്,
ഒരു പ്രയാസത്തിലേക്ക്, ഒരു ദുരന്തത്തിലേക്ക് വഴുതിപ്പോകും, വീഴുമെന്ന തിരിച്ചറിവും മുൻകൂട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ അതിലേക്ക് എടുത്ത് ചാടുകയില്ല. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടം, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിനകം അത് തകർന്നു. നമ്മളൊക്കെ കണ്ടതാണ്. ആ ടേക്ക് ഓഫിന് തൊട്ട് മുമ്പുള്ള 1 മിനിറ്റ് മുമ്പേ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൂചന അവർക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. എല്ലാം വിമാനവും യാത്രക്കാരും ഒക്കെ കത്തിച്ചാമ്പലായ ആ വലിയ ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുമ്പേ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വിമാനം ഇത്ര ഉയരത്തിൽ പറക്കണമെന്നും ലക്ഷ്യത്തേക്ക് എത്താനുള്ള റൂട്ട് എന്താണെന്നും ഒക്കെയുള്ള വലിയ വലിയ പാഠങ്ങളും അറിവുകളും അനുഭവങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെയുള്ള ആ യാത്രയിൽ അതവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത 1 മിനിറ്റിൽ, അടുത്ത 2 മിനിറ്റിൽ ഞങ്ങൾ കത്തിച്ചാമ്പലാകാൻ പോവുകയാണ് എന്നൊരു അറിവ് അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ സന്തോഷപൂർവ്വം യാത്ര തുടർന്നു. ആ ദൗത്യം അങ്ങനെ നിർവഹിച്ചു. പക്ഷേ നമ്മളൊക്കെ കണ്ടു, അവരറിയുന്നില്ല. അവരറിയാത്തൊരു ലോകത്തേക്ക് പോയി, നമ്മളത് അറിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആപത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ജീവിതത്തിൽ. ഇവിടെയൊക്കെ ഒരു മനുഷ്യൻ എന്ന നിലക്കും ഒരു വിശ്വാസി എന്ന നിലക്കും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദൗത്യം എന്താണ്? ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ള ഒട്ടേറെ ദൗത്യങ്ങളുണ്ട്, ഒട്ടേറെ ആലോചനകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്ന ഒരു വലിയ ചരിത്രമാണ് ഫിർഔന്റേത്. ലോകജനതക്കാകമാനം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഫിർഔൻ, ഫറവ ചക്രവർത്തി. അയാളുടെ ദുരന്തം, അയാൾ അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ഞാനാണ് അത്യുന്നതനായ ദൈവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഹങ്കരിച്ച് ജീവിച്ച മനുഷ്യൻ. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അടിമകളാക്കി, അവർക്ക് വയ്യാത്ത ഭാരങ്ങൾ അവരെ കൊണ്ട് ചുമപ്പിച്ച് ക്രൂരമായ രീതിയിൽ അവരെ അത്യുദ്ധാനം കൊണ്ട് പ്രയാസപ്പെടുത്തിയ മനുഷ്യൻ, ഒരുപാട് ദുരന്തങ്ങൾ വിതറിയ മനുഷ്യൻ, ആൺകുട്ടികളെ ആണുങ്ങളെ കൊന്നൊടുക്കിയ മനുഷ്യൻ, ക്രൂരൻ. ആ മനുഷ്യൻ അഹങ്കരിച്ചു. അവന് കഴിവുണ്ടായിരുന്നു, അവന് യുവത്വമുണ്ടായിരുന്നു, അവന് സമ്പാദ്യമുണ്ടായിരുന്നു, ആരോഗ്യമുണ്ടായിരുന്നു. അഹങ്കരിച്ചു, അഹങ്കരിച്ചു. പക്ഷേ അവസാന നിമിഷത്തിൽ തനിക്ക് തന്നെ എതിർക്കുന്ന മൂസായെയും അനുയായികളെയും ഒതുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർക്ക് പിന്നാലെ കടലിലേക്ക് എടുത്തു ചാടി. നമുക്കറിയാവുന്ന ചരിത്രം. മൂസായും അനുയായികളും കടലിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഫിർഔൻ കടലിൽ മുങ്ങിച്ചാവാൻ പോകുന്ന സന്ദർഭം. ഫിർഔൻ കടലിൽ മുങ്ങിച്ചാവാൻ പോവുകയാണ്. സൂറത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ, ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തിക്കൊണ്ടുപോയി. ഫഅത്ബഅഹും ഫിർഔന വജുനൂദുഹു ബഗയം വഅദ്വാ, അപ്പോൾ ഫിർഔനും അവന്റെ സൈന്യങ്ങളും ധിക്കാരവും അതിക്രമവുമായി, അഹങ്കാരത്തോടെ അവർ കടലിലേക്ക് ഇറങ്ങുകയും ഇവരെയൊക്കെ പിടിച്ചു കളയാമെന്ന് വ്യാമോഹിക്കുകയും ചെയ്തു. ഖുർആൻ പറയുന്നത്, ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്, ഒടുവിൽ ആ കടൽ ഒന്നായി ചേർന്നപ്പോ ഫിർഔൻ മരിക്കാൻ പോവുകയാണ്, വെള്ളത്തിൽ മുങ്ങുകയാണ്. ഒരു ലക്ഷ്യമില്ലാത്ത ആ ഘട്ടത്തിൽ ഫിർഔൻ പറയുന്നു, ഖുർആൻ പറയുകയാണ്, ഖാല ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബിഹി ബനു ഇസ്രായീൽ. എന്താ പറയുന്നതെന്നറിയോ? ഇസ്രായേൽ സന്തതികൾ ഏതൊരു ദൈവത്തിൽ വിശ്വസിച്ചുവോ, മൂസാ നബി പഠിപ്പിച്ച മൂസാ നബിയുടെ അനുയായികളായി തീർന്ന ഇസ്രായേലരും ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചത് ആ ദൈവത്തിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ അയാൾ സമ്മതിക്കുകയാണ്, രക്ഷപ്പെടണം, ആപത്തിൽ നിന്ന് രക്ഷപ്പെടണം, ഇനിയും ജീവിക്കണമെന്ന കൊതി. ആ കൊതിയുടെ അവസാനത്തിൽ അയാൾ പറയുകയാണ്, ഞാൻ മൂസാ, നീ വിശ്വസിച്ച ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നു, മാത്രമല്ല അന മിനൽ മുസ്ലിമീൻ, ഞാനിതാ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കുന്നു. അവസാനം പറയുക. പക്ഷേ പടച്ചവനെ സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ആപത്തിലേക്ക് ഒരു മനുഷ്യൻ ആപതിക്കുമ്പോഴും
അതിൽ നിന്നൊരു രക്ഷ കിട്ടാൻ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളൊക്കെ തേടാൻ മനുഷ്യൻ തയ്യാറാവും. എന്താണ്? അവനിവിടെ ജീവിക്കണം. അവനിവിടെ അധികാരത്തോടെ, അഹങ്കാരത്തോടെ, ആർഭാടത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളവരാണ് മനുഷ്യൻ. പക്ഷെ കഴിയുന്നില്ല. നമുക്കറിയാമല്ലോ മൈക്കിൾ ജാക്സൺ, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ മനുഷ്യന്റെ ഒരു ചരിത്രത്തിൽ പറയുന്നു, അയാൾക്ക് ജീവിക്കണം, ഒരുപാട് ജീവിക്കണം, 150-200 വർഷക്കാലത്തോളമെങ്കിലും ജീവിക്കാൻ വേണ്ടി അയാൾ നേരത്തെ തന്നെ തന്റെ ആരോഗ്യം ശ്രദ്ധിക്കാൻ തുടങ്ങി. ആളുകളുമായിട്ട് അങ്ങനെ വല്ലാതെ ഒത്തുകൂടാൻ അയാൾ തയ്യാറായില്ല. അയാൾ മാസ്ക് ധരിച്ചു, അയാൾ ഗ്ലൗസ് ധരിച്ചുകൊണ്ടായിരുന്നു ആളുകളെ സമീപിച്ചുകൊണ്ടിരുന്നത്. അയാൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നേരത്തെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരുന്നു അയാൾ ഭക്ഷിച്ചിരുന്നത്. 12ഓളം ഡോക്ടർമാർ അയാളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. 15ഓളം ആളുകളെ അയാളുടെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി, വ്യായാമടക്കമുള്ള കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ശ്രദ്ധിക്കാൻ വേണ്ടിയും തയ്യാറാക്കി വെച്ചു. പക്ഷേ ആ മനുഷ്യൻ മരിച്ചുപോയി ഹൃദയസ്തംഭനം മൂലം. 50-ാമത്തെ വയസ്സിൽ മുഖം പോലും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ജീവിക്കാൻ, താൻ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ഇഷ്ടത്തോടെ ജീവിക്കാനുള്ള കൊതിയിൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു തീർത്തിട്ടും നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ ഒരു പുരുഷായുസ് പോലും, അല്ലെങ്കിൽ 60-70 വയസ്സിനിടയിലേക്ക് പോലും ആ മനുഷ്യന്റെ ആയുസെത്തിയില്ല. 50-ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ മരിച്ചുപോയി. നമ്മൾക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മളുടെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഈ ദുനിയാവിൽ ഒരു സ്ഥാനവുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രയത്നിക്കുന്നു, പ്രവർത്തിക്കുന്നു. ചിലർക്ക് കിട്ടുന്നു, ചിലത് കിട്ടുന്നു, പലതും കിട്ടാതെ പോകുന്നു. അതാണ് ഈ ലോകം. ഈ ലോകത്തെ അങ്ങനെ കാണുമ്പോ, ഈ ലോകത്തെ കുറിച്ചുള്ള ആ തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലൂടെ ഞാൻ അക്കാര്യം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുൽദമുൽ മുഅ്മിനു മിൻ ഹുജ്റിൻ വാഹിദിൻ മറത്തൈൻ. ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ഒരു കുഴിയിൽ നിന്ന് ഒന്നിലധികം തവണ പാമ്പ് കടിക്കൂല. ഒരു വിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് ഒന്നിലധികം തവണ പാമ്പ് കടിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും വന്നു ഭവിച്ച ആപത്തിലേക്ക് വീണ്ടും എടുത്തു ചാടാൻ ആ മനുഷ്യൻ തയ്യാറാവുകയില്ല എന്നതാണ് പ്രവാചകൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും, മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, മിനിറ്റുകൾ, സെക്കൻഡുകൾ, അതൊക്കെ നമ്മൾ പാഠമാക്കേണ്ടതാണ്. നമ്മുടെ എന്താ പറയുക, ഒരു സ്കൂൾ പോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മൾ പഠന വിധേയമാക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഹാസിബൂ അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക, നിങ്ങൾ ആ വലിയ വിചാരണയെ നേരിടും മുമ്പ്. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യണം. ഓരോ ദിവസവും ഇന്നാലിന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തു, ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിറങ്ങി, പക്ഷെ നടന്നില്ല, ഇന്നാലിന്ന കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് എനിക്ക് വീഴ്ച വന്നു, എന്നിത്യാദി കാര്യങ്ങൾ ഓരോ ദിവസവും പരിശോധനാ വിധേയമാക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചു. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വസിനുഹാ ഖബ്ല അൻ തൂസനു. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികൾ തൂക്കി മതിക്കുക, അവ തൂക്കപ്പെടും മുമ്പ്. നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിചാരണ നമുക്ക് നേരിടാനുണ്ട് എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയത്തെയും തൂക്കി നോക്കാനും അളന്നു നോക്കാനും പരിശോധനാ വിധേയമാക്കാനും തയ്യാറാകണമെന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പാഠം ശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സു മാ ഖദ്ദമത് ലിഗദ്. വിശ്വാസികളെ, അല്ലാഹുവിനെ ഭയപ്പെടുവീൻ, നാളെക്കായി താൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നൊന്ന് ഒന്ന് പരിശോധിക്കുകയും. നാളെക്കായി നമ്മൾ പലതും ഒരുക്കി വെച്ചവരാണ്. നാളെ എന്ന ദിവസത്തിന് വേണ്ടി പലതും ഒരുക്കി വെച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നാളത്തെ ഭക്ഷണവും നാളത്തെ യാത്രയും നാളത്തെ ജോലിയും സംബന്ധമായ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. ഒരു ആശങ്കയുമില്ല, ഒരു അങ്കലാപ്പുമില്ല. നമുക്കങ്ങനെ അതുമായി പോകാം. ആ ഒരുക്കം നടത്തിയവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, അല്ലാഹുവിനെ ഭയപ്പെടുക,
നാളേക്കായി താൻ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഓരോ മനുഷ്യനും കാണട്ടെ. വത്തഖുല്ലാഹ്, വീണ്ടും ആവർത്തിക്കാൻ, പടച്ചവനെ ഭയപ്പെടണേ കേട്ടോ, പടച്ചവനെ സൂക്ഷിക്കണേ കേട്ടോ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹു അശ്രദ്ധനല്ല. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നിശ്വാസം പോലും, ഉച്ഛ്വാസ നിശ്വാസങ്ങൾ പോലും അറിയുന്നവനാണ് പടച്ചവൻ. ഒക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ജീവിതം, നമ്മൾ മരിച്ചു പോയാലും ഇവിടെ റിക്കാർഡാണ്. ഇവിടെ എന്റെ പ്രഭാഷണം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയും. അതങ്ങനെ അല്ലാതെയും നമ്മുടെ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഇസ്ലാം നമ്മോട് ഉണർത്തിയിരിക്കാൻ. എങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ജീവിതത്തെ ഏത് രീതിയിലാണ് കാണേണ്ടത്? നോക്കൂ, ഇത്ര മനോഹരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ ഒരു മനുഷ്യന്റെ ആയുസിനെ കുറിച്ചിട്ട്, ശബാബക ഖബല ഹർമക, ഒരു മനുഷ്യന്റെ യുവത്വം അവൻ വൃദ്ധനാകും മുമ്പേ നീ ഉപയോഗപ്പെടുത്തണേ. അള്ളാഹു ചോദ്യം ചെയ്യും. നാം വയസ്സനാകും മുമ്പ്, വൃദ്ധനാകുമ്പോ തളർന്നു പോകും മുമ്പേ തന്റെ ആ യുവത്വം, ആ ഊർജ്ജസ്വലമായ യുവത്വ കാലഘട്ടം അതിനെ നീ ഉപയോഗപ്പെടുത്തണേ. നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, കൈയാളുക, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നീ രോഗിയാകും മുമ്പേ നിന്റെ ആരോഗ്യത്തെ ഏറ്റവും മനോഹരമായി നീ കൈയാളുക. നിന്റെ സമ്പത്ത് നീ ഉപയോഗപ്പെടുത്തണം നല്ല രീതിയിൽ. നീ ദരിദ്രനാകുന്നതിന് മുമ്പ്, നീ തിരക്കേറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും മുമ്പ് നിന്റെ ഒഴിവ് സമയത്ത് നീ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. നിന്റെ ജീവിതമാവട്ടെ നിന്റെ മരണത്തിന് മുമ്പ് നീ ഉപയോഗപ്പെടുത്തണം നല്ലതിനായി, ഏറ്റവും നല്ലതിനായി, ഏറ്റവും മെച്ചപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മുടെ യുവത്വം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഒഴിവ് സമയം, നമ്മുടെ ജീവിതം തന്നെ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തണേ എന്നൊരു ആ പുരുഷായുസ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു. നോക്കൂ, നമുക്കറിയാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, കോടാനുകൂടി മനുഷ്യന്മാർ ജീവിക്കുകയാണ്. എന്നാൽ ഈ ജീവിക്കുന്ന മനുഷ്യന്മാരിൽ നന്നേ ചുരുങ്ങിയത് ഒരു 10-30% ജനങ്ങൾ, ഒരു ഏതെങ്കിലും രേഖയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നതല്ല ഞാൻ, 10-30% ജനങ്ങൾ ജീവിതത്തിലെ ഒരു സുഖവും അനുഭവിക്കാത്തവരാണ്. സന്തോഷമെന്നത് വളരെ വിദൂരത്തിൽ മാത്രമായി പോയ ആളുകളാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. സാമ്പത്തികമായി ഒരു കഴിവുമില്ലാത്തവരാണ്. ആരോഗ്യപരമായി തളർന്നവരാണ്. ജീവിതത്തിലെ സുഖമെന്ന് പറയുന്ന ഒന്നും അനുഭവിക്കാത്ത ആളുകളാണ്. 30-25 കൂട്ടിക്കോ, അങ്ങനെ ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലോട് ഭൗതികമായി ചിന്തിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവർ പരാജയപ്പെട്ടവരാണ്. അവർ ഈ ദുനിയാവിൽ പരാജയപ്പെട്ടവരാണ്, തോറ്റുപോയവരാണ്. അവരുടേതല്ലാത്ത കാരണത്താൽ. അവർക്ക് ആരോഗ്യമില്ലാതെ ജനിച്ച് അങ്ങനെ വളർന്ന് അങ്ങനെ ജീവിച്ചു പോയി. അവരുടെ കാരണം കൊണ്ടല്ല. സാമ്പത്തികമായ സൗകര്യം അത്യുദാനം ചെയ്തിരുന്നു, പക്ഷെ വന്നു ചേർന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഒരുപാട് ഉള്ള ലോകത്ത് തന്നെയാണ് ഈ ഭൗതികമായ ജീവിതത്തിന്റെ രസച്ചരടിൽ ആർമാദിക്കുന്ന വലിയ വിഭാഗം ജനങ്ങളുമുള്ളത്. അവർ പ്രഖ്യാപിക്കുകയാണ്, പറയുകയാണ്, ഈ ചുരുങ്ങിയ ഒരു ജീവിതം, ഒരേ ഒരു ജീവിതം, ഇത് അവസാനിക്കും മുമ്പേ ആസ്വദിച്ചോളി എന്ന പ്രഖ്യാപനമായി അവർ ഇറങ്ങി നടക്കുകയാണ്. പക്ഷേ അവർക്ക് കാണാൻ കഴിയുന്നില്ല. ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന മനുഷ്യരെ. ഇപ്പൊ 2 രീതിയിലുള്ള മനുഷ്യരിവിടെയുണ്ട്. അപ്പോ ഭൗതികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സുഖിച്ചു കഴിയുന്ന ആളുകളാണ് വിജയികൾ. ഇവിടെ ആസ്വദിച്ചു കഴിയുന്നവരാണ് വിജയികൾ. ആരാനത് അടിച്ചു മാറ്റി അത് പിടിക്കപ്പെടാതെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇവിടെ വിജയികൾ. അങ്ങനെ എല്ലാ തിന്മകളുടെയും
പ്രതീകങ്ങളായി ജീവിക്കുന്ന ആളുകളൊക്കെ ഇവിടെ സുഖകരമായി ജീവിക്കുന്നു, ആസ്വാദിക്കുന്നു. എന്നാൽ നമുക്ക് എന്താണ് ഈ ജീവിതം നൽകുന്ന പാഠം? കുറെ ആളുകൾ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ, കുറെ ആളുകൾ ആർമാദിച്ച് ജീവിക്കുമ്പോൾ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ പഠിക്കേണ്ടുന്ന, നമുക്ക് പാഠമാകേണ്ടുന്ന വസ്തുത എന്താണ്? ഈ ഒരു ജീവിതം, ലോകം, ഇത് അർത്ഥമില്ലാത്തതാണ്. അല്ലെങ്കിൽ നീതി എന്ന, ന്യായമെന്ന ഒന്നുമില്ലാത്ത ഒരു ലോകം. അങ്ങനെയേ നമുക്കതിന് ഉത്തരമായി കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇവിടെ ആർക്കും ഉത്തരം പറയാത്ത വലിയൊരു ഉത്തരവുമായിട്ട് വരുന്ന ഒരേ ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം. ഞാൻ ഒരുപാട് പരത്തി പറയുന്നില്ല. ഇവിടെ ആർക്കും ഇത്തരത്തിൽ ജീവിച്ചു പോകുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി ഒരു വാക്ക് കൊണ്ട് പോലും ആശ്വാസം നൽകാൻ ഒന്നുമില്ലാത്തടുത്ത് ഏറ്റവും മനോഹരമായ രീതിയിൽ അവരെ തലോടി സ്നേഹിച്ച് താലോലിച്ച് ചേർത്ത് പിടിക്കുന്ന വിശ്വാസ സമിതിയാണ് ഇസ്ലാം. ഇസ്ലാം പറയുന്നത് എന്താണ്? തന്റേതായ കാരണങ്ങൾ കൊണ്ടല്ലാതെ ദുരിതത്തിൽ, പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിൽ ആരെങ്കിലും ആപതിക്കുന്നുവോ അവനോട് ക്ഷമിക്കാൻ, അവൻ ക്ഷമിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒമ്പിച്ചൊരു പ്രതിഫലം വൈകാതെ അവന് വേണ്ടി അവനായി ലഭിക്കും എന്ന വലിയൊരു പാഠമാണ്. അത് ഉറച്ചൊരു പാഠമാണ്. വെറും പ്രോത്സാഹനം മാത്രമല്ല, വെറും എന്താ പറയുക, സ്വപ്നം അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാത്ത ഒരു കാര്യം പറയുകയല്ല, ഒരു ടോപ്പിൻ ചിന്ത പറയുകയല്ല, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, തൽക്കാലം ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇനിയോ ഈ ലോകത്ത് ഇவ்விധത്തിൽ സുഖിച്ച് ആർമാദിച്ച് അവരുടേത് അപഹരിച്ചൊക്കെ ജീവിക്കുന്ന ആളുകൾ, തിന്മയുടെ പ്രതീകങ്ങളായി ജീവിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞേക്കാം. അവരുടെ അധികാരവും പണവും കൊണ്ട് കുറച്ചൊക്കെ അവർക്ക് ആസ്വദിച്ചേക്കാം. പക്ഷേ അവർ പിടികൂടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന് ശേഷം അവർക്ക് പിന്നെ രക്ഷയില്ല, ആസ്വാദനത്തിന്റെ ഒരു ഘട്ടം പോലും വരാനില്ല, വരില്ല എന്നൊരു പാഠം ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവൻ ഒരുപാട് ക്രമീകരിക്കേണ്ടതുണ്ട്. ചൈനയിലെ അധികാരിയായിരുന്ന മാവോ സെതൂങ്, അദ്ദേഹം അവിടെ വിഭവസമൃദ്ധമായ ഒരു കുറെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ വിളയിച്ച് വലിയ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറെ സംവിധാനങ്ങൾ ഒരുക്കിയ ഒരു സമയമുണ്ടായിരുന്നു 1958. വ്യവസായത്തിന്റെയും ഉൽപാദനത്തിന്റെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു തിയറി, ഒരു എന്താ പറയുക, ക്യാമ്പയിൻ. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവിടെ ഈ ധാന്യങ്ങൾ തിന്ന് മുടിപ്പിക്കുന്ന അല്ലെങ്കിൽ ധാന്യങ്ങൾ ഇല്ലാതായി പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരുതരം ചെറിയ പക്ഷികൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ചെറിയ പക്ഷികൾ ധാന്യങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട് തന്നെ ധാന്യ വിളവിനെ അത് ബാധിച്ചു എന്ന് മാവോ സെതൂങ് ചരിത്രത്തിൽ ഉണ്ടായ കാര്യം, 1950 ഉണ്ടായ കാര്യമാണ്, ചിന്തിക്കുകയും അവിടെ അടിയന്തരമായിട്ട് ഈ പക്ഷികളൊക്കെ കൊന്നുകളയാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ ധാന്യങ്ങൾ തിന്ന ഈ പക്ഷികൾ യഥാർത്ഥ ധാന്യങ്ങൾ മാത്രമല്ല, അതിലുണ്ടായിരുന്ന കീടങ്ങളെയും തിന്നുമായിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. അതിന്റെ അനന്തരഫലം എന്താ വെച്ചാൽ, ആ കീടങ്ങൾ വളർന്ന് വലുതാവുകയും ഒരുപാടായി വർദ്ധിക്കുകയും ഉള്ള ധാന്യങ്ങൾ കൂടി നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ 4 കോടികൾക്കിടയിൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടിയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 1958-61 കാലഘട്ടത്തിൽ ചരിത്രത്തിൽ പറയാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുക, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മരണം എന്നുള്ളത് പ്രകൃതിയുടെ ഭാഗമാണ്. മരിച്ചു പോവുക എന്നുള്ളത്, മരിച്ചു പോകണം എന്നുള്ളത് മനുഷ്യ പ്രകൃതിയുടെ ഭാഗമാണ്. ഒരു മനുഷ്യൻ മരിക്കാതിരുന്നാൽ, ചിരഞ്ജീവിയായിരുന്നാൽ, മനുഷ്യരൊക്കെയും അങ്ങനെയായിരുന്നാൽ ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഭൂമി തിങ്ങി നിറയും, വിഭവങ്ങൾ ഇല്ലാതാവും, ഒരു സൗകര്യമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. എല്ലാ ജനിച്ചു മനുഷ്യന്മാരും ഇവിടെ മരിക്കാതെ പോയിരുന്നുവെങ്കിൽ. അപ്പൊ മരണം ഒരു അനുഗ്രഹമാണ്.
അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മരണം തന്നെ ഒരു അനുഗ്രഹമാണ്. എന്നാൽ മരണം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞു. എന്താണ് അർത്ഥം? നമ്മൾ മരിക്കുമെന്ന പച്ചയായ സത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു, ഒരുപാട് പ്രയാസങ്ങളിൽ രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനകൾ. പക്ഷെ ഒരു വ്യക്തിയോട് പോലും ഒരിക്കൽ പോലും എന്നെ ഈ ദുനിയാവിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചില്ല. കാരണം അത് ഈ ലോകത്ത് സംഭവിക്കേണ്ടതുണ്ട്. നീതിയുടെയും ന്യായത്തിന്റെയും വശത്തിനപ്പുറം ആളുകളുടെ അധികാരങ്ങൾ കൊണ്ട് കൈയാളപ്പെടുന്ന ഈ ലോകത്ത് മരണം അനിവാര്യമായ ഒരു ഘട്ടമായി അവനിലേക്ക് വന്നെത്തേണ്ടതുണ്ട് എന്നത് ഇസ്ലാമിന്റെതല്ല, പടച്ചവന്റെ തീരുമാനമാണ്. അത് പ്രകൃതിയുടെ ഭാഗമാണ്. ആ മരണം അനുഗ്രഹമായി തീരുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പോലും ഉണ്ട്. രോഗം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇരിക്കട്ടെ. മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പിതാവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടും. ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ലാസുകളൊക്കെ ഒരുപാട് ഇപ്പൊ കഴിഞ്ഞതാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ പിതാവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഫയഖൂലു ലഹു ഇബ്രാഹിം അലം അഖുൽ ലക ലാ തുഅ്സിനി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ പറയും, എന്നെ ധിക്കരിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നെ അവഗണിക്കരുത്, ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ്, അതുകൊണ്ട് എന്നെ അവഗണിച്ചു പോകരുതേ എന്ന് ഇബ്രാഹിം നബി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറയുമ്പോ അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ് പറയുന്നുണ്ട്, ഞാൻ ധിക്കരിക്കില്ല ഇബ്രാഹിമേ, ഇനി ഞാൻ ധിക്കരിക്കുകയില്ല ഇബ്രാഹിമേ എന്ന് അവിടെ വെച്ച് ആര് പറയും? ഇവിടെ ധിക്കാരിയായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ അടക്കം ഒതുക്കാൻ വേണ്ടി ശ്രമിച്ച ആസർ എന്ന പിതാവ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അത് വിൽപ്പന നടത്തി ബഹുദൈവ വിശ്വാസത്തിന് വളർച്ച കൊടുത്ത ആസർന്ന ധിക്കാരിയായ അഹങ്കാരിയായ പിതാവിടെ 10 മടക്കുകയാണ്. പറയും, എന്താ പറയുന്നത്? ഞാൻ ഇവിടെ നിന്ന് ഇനി ഒന്നും ഒരു ധിക്കാരവും ഒരു എതിർപ്പും നീ പറയുന്നതിന് വ്യക്തമായിട്ട് ചെയ്യുകയില്ല. എന്നിട്ട് എന്താ പറയുന്നത്? ഇബ്രാഹിം യാ റബ്ബ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ റബ്ബ്, എന്റെ റബ്ബേ, ഇന്നക വഅദ്തനി അൻ തുഹ്സിയനി യൗമ യുബഅസൂൻ. നീ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നല്ലോ, എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ എന്നെ നീ അപമാനിക്കുകയില്ല എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കുകയില്ല എന്ന് എനിക്ക് നീ വാക്ക് തന്നിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ പിതാവിതാ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, നിസ്സഹായനായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പിതാവ് എന്റെ മുമ്പിൽ നിസ്സഹായനായി പോയ ഈ അവസ്ഥയേക്കാൾ ഞാൻ അപമാനിക്കപ്പെടുന്ന മറ്റേതവസ്ഥയാണുള്ളത് റബ്ബേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു പറയുന്ന ഒരു മറുപടിയാണ്, ഫയഖൂലുല്ലാഹ് ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. അള്ളാഹുവിന്റെ സുഹൃത്തായി അള്ളാഹു പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടേറെ ത്യാഗങ്ങൾ നേരിട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കരയുകയാണ്. ആ മശറിൽ വെച്ച് അള്ളാഹുവിനോട് കരഞ്ഞു പറയുകയാണ്, എന്റെ പിതാവ് ഇബ്ബിലത്തിലായി പോവുക എന്നുള്ളത് എനിക്ക് അപമാനമാണ് റബ്ബേ, പിതാവിനെ രക്ഷിക്കണേ എന്ന വാക്ക് അവിടെ വന്നില്ല എങ്കിലും ഉദ്ദേശം അതാണ്. അവിടെ വെച്ച് അള്ളാഹു പറയുകയാണ്, നീ ഹറംതുൽ ജന്ന അലൽ കാഫിരീൻ. ഇബ്രാഹിമേ, അറിയണം, സ്വർഗം സത്യനിഷേധികൾക്ക് നിഷിദ്ധമാണ് കേട്ടോ. സ്വർഗം സത്യനിഷേധികൾക്ക് നിഷിദ്ധമാണ് കേട്ടോ. അപ്പൊ ആരായിരുന്നാൽ പോലും എത്ര സ്വാധീനമുള്ള ആളായിരുന്നാൽ പോലും, എത്ര പ്രമാണിയായിരുന്നാൽ പോലും, ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ പിതാവോ മാതാവോ മക്കളോ ആയിരുന്നാൽ പോലും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന
വലിയൊരു പാഠം ഇതിലൂടെ നമുക്ക് നൽകുകയാണ്. അപ്പൊ നമ്മളിവിടെ ഏതെങ്കിലും സ്വാധീനം കൊണ്ട് രക്ഷപ്പെടാം, ഏതെങ്കിലും കാര്യനിർവഹണത്തിലൂടെ രക്ഷപ്പെടാം. നമ്മുടെ അഭീഷ്ടമനുസരിച്ച് നമ്മൾ കൈയാളുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നൊന്നും വ്യാമോഹിക്കരുത്. ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഈ വിശുദ്ധമായ ആദർശം തന്നെയായിരിക്കണം നമ്മെ സ്വാധീനിക്കേണ്ടത്. ആ ഇസ്ലാം പറയുന്നു, നാളേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ, നാളേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണേ. അഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹും വസീനത്തും വതഫാഖുറുൻ ബൈനക്കും വതകാസുറുൻ ബിൽ അംവാലി വൽ ഔലാദ്. നിങ്ങൾ അറിയണം കേട്ടോ, ഇഹലോക ജീവിതമെന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാ. നിങ്ങൾ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വിനോദമാണ്, കളിയാണ്, അലങ്കാരമാണ്, ദുരഭിമാനം നടിക്കലാണ്. എന്നിട്ട് അതിന്റെ തുടർച്ചയായി ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു, വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. എന്നാൽ പരലോകത്ത് ദുർവൃത്തർക്ക് കഠിനമായ ശിക്ഷയും സത്യവിശ്വാസികൾക്ക് അല്ലെങ്കിൽ സദ്വൃത്തർക്ക് ഏറ്റവും നല്ല അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ഉണ്ട് കേട്ടോ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മത്താഉൽ ഖുറൂർ. നിങ്ങൾ ഐഹിക ജീവിതം മനസ്സിലാക്കണം, വെറും വഞ്ചിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന വെറും വിഭവമാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ ആ പളപളപ്പ് കണ്ടിട്ട് മയങ്ങിപ്പോയി അതിന്റെ പിന്നാലെ ഓടേണ്ടവരല്ല. അതല്ല നമുക്ക് നൽകേണ്ടുന്ന പാഠം. അവനെത്ര സുഖകരമായി ജീവിച്ചാലും അവനെത്ര സമ്പാദിച്ചാലും എന്റെ ലക്ഷ്യം അതേ സമ്പാദ്യം, അതേ സുഖം ആസ്വദിക്കുക എന്നതാവരുത്. എന്റെ ജീവിതം അല്ലാഹു എന്തിനാണോ എനിക്കിവിടെ ഈ ലോകത്ത് നൽകിയിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഇസ്ബാഹു ഹാദിഹി. ഇഹലോകത്തെ അവസ്ഥ നിങ്ങളിൽ ഒരാൾ സ്വന്തം വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്തതുപോലെയാ. സ്വന്തം വിരൽ, ഒരു വിരൽ സമുദ്രത്തിൽ മുക്കിയെടുത്താൽ അതിൽ എത്രമാത്രം ജലഗണമുണ്ടാകും. അതേപോലെയാണ് ഇഹലോകവും പരലോകവും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ അവസാനം പറയാണ്, ഫിൽ യമ്മി ഫൽയൻദുർ ബിഹാ യർജഅ. അതെന്തുമായാലും നീ ഒരു വിരൽ കടലിൽ മുക്കി അതുമായി നീ അങ്ങ് പോവൂ, എന്താ അത് നിനക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പരിശോധിക്കുക. അപ്പൊ ദുനിയാവെന്നുള്ളത് ഇത്രയേ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഈ ദുനിയാവിന് വേണ്ടി പെടാപ്പാട് പെടണ്ട എന്നും പറഞ്ഞിട്ടില്ല, അത്യുദാനം ചെയ്യണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും നീതിയുടെയും ന്യായത്തിന്റെയും സത്യത്തിന്റെയും പടച്ചവന്റെ തൃപ്തിയുടെയും ഭാഗത്തൂടെയായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഒരു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഏതൊരു ദേഹവും മരണം ആസ്വദിക്കുന്നതാണ്. നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടൂ. ഇവിടെ നമുക്ക് പരിപൂർണമായ പ്രതിഫലം ലഭിക്കുന്നില്ല. നമ്മുടെ അധ്വാനങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊന്നും പൂർണ്ണമായ രീതിയിലുള്ള പ്രതിഫലം നമുക്കിവിടെ ലഭിക്കുന്നില്ല. പരിപൂർണമായ രീതിയിൽ എന്നുമല്ല, പലർക്കും പ്രതിഫലമേ ലഭിക്കുന്നില്ല. പലരും ചെയ്ത സേവനങ്ങൾക്ക് തുല്യമായ ഒന്നും കൊടുക്കാൻ നമുക്ക് പോലും കഴിയുന്നില്ല. അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായും പ്രതിഫലം നൽകപ്പെടുന്നുള്ളൂ. അപ്പോൾ ആരാണോ നരകത്തിൽ നിന്നും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മത്താഉൽ ഖുറൂർ. ഈ ഐഹിക ജീവിതം കബളിപ്പിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്. നമ്മളെ വഞ്ചിപ്പിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്. വഞ്ചനയിൽപ്പെട്ട് അങ്ങനെ പോവുകയാണ് യുവത്വം. വഞ്ചനയിൽപ്പെട്ടു പോവുകയാണ് യുവാക്കളിന്ന്. യുവത്വത്തെ കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. യുവത്വം എவ்விധത്തിൽ കൈയാടി, ഏറ്റവും നല്ല രീതിയിൽ കൈയാടിയാൽ അർശിന്റെ തണൽ ലഭിക്കുന്നവനായിരിക്കും അവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. ഇന്നത്തെ യുവത്വം എന്ന് പറഞ്ഞാൽ
ആഭാസങ്ങളും ആർമാദങ്ങളും ഒക്കെയായി ജീവിച്ചു പോവുകയാണ്. അവർക്ക് ലക്ഷ്യബോധമില്ല. അവർ കോളേജ് ക്യാമ്പസ് ജീവിതമാവട്ടെ, തുടർ ജീവിതമാവട്ടെ, എന്തായിരുന്നാൽ പോലും ലക്ഷ്യബോധമില്ലാതെ തളർന്നു പോവുകയാണ് അവർ. യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാവണം. വിശുദ്ധ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതത്തെ കുറിച്ചായിരിക്കണം നമുക്ക് ബോധമുണ്ടാവേണ്ടത് എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. തൗഹീദ് മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. തൗഹീദ് എന്നാൽ അള്ളാഹുവിന്റെ ഏകത്വം, അത് മനസ്സിലാക്കി അവരെ മാത്രം ആരാധിച്ച് എല്ലാ തൃപ്തിയും എല്ലാ പ്രതീക്ഷയും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉണ്ടാക്കി എല്ലാ പ്രതീക്ഷയും അവനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ആ തൗഹീദിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരാൾ ജീവിക്കാൻ ശ്രമിച്ചാൽ അവൻ ദുനിയാവിൽ ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടും, ദുനിയാവിൽ ചിലപ്പോൾ അധികാരങ്ങൾ കിട്ടും, ദുനിയാവിൽ ചിലപ്പോ ജനപിന്തുണ കിട്ടും, നല്ലവൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, പ്രശ്നമുണ്ടാക്കാത്ത, ഭിന്നത ഉണ്ടാക്കാത്ത നല്ലൊരു മാന്യം എന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. പക്ഷേ ഈ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോ ആളുകളുടെ സർട്ടിഫിക്കറ്റിനപ്പുറം പടച്ചവന്റെ സർട്ടിഫിക്കറ്റ് നാം ലക്ഷ്യമാക്കണം. അങ്ങനെ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാവണമെന്ന് നാം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, പ്രവാചകരെ, യാ റസൂലുള്ളാഹ് അല്ലിംനി വഔജിസ്, എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് വിശദീകരിക്കാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണേ. ചെറിയ തോതിൽ ഒരു കാര്യം, ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞു തരണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഫീ സ്വലാതിക ഫസ്വല്ലി സ്വലാത മുബദ്ദിഇൻ, നീ നമസ്കാരം നിർവഹിക്കണം. ആ നമസ്കാരം നിന്റെ അവസാന നമസ്കാരമാണെന്ന ബോധത്തോടെ നിർവഹിക്കണം. നമസ്കാരം നിർവഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ 5 നേരം പള്ളിയിൽ പോയി നമസ്കരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. തഖ്വയില്ലെങ്കിൽ നമസ്കാരത്തിൽ അടികാളുകൾ ഉണ്ടാവാം, നമസ്കരിക്കുന്നവരാണെന്ന് കാണുന്ന ആളുകൾ ഉണ്ടാവാം. നമസ്കാരം അവസാനത്തെ തക്ബീറാണിത്, അവസാനത്തെ ഫാത്തിഹ പാരായണമാണിത്, അവസാന റുക്കുവാണിത്, അവസാന സുജൂദാണിത് എന്ന ബോധ്യത്തോടെയായിരിക്കണം ഓരോ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ തോതിൽ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തത്. അത് കേവലം നമസ്കാരത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സന്ദർഭത്തെയും അവിധത്തിൽ കാണാനാണ് വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഒരു ചരിത്ര സംഭവങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു നമുക്കൊക്കെ അറിയാവുന്നതാണ്, പലപ്പോഴും കേട്ടതായിരിക്കാം, ആവർത്തിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. അബൂ തൽഹാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയും മുസ്ലിം റളിയല്ലാഹു അൻഹയും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിച്ചു വന്നു, കഷ്ടിച്ച് ജീവിച്ചു വന്നു. കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സ്വഹാബികളൊക്കെയും ദരിദ്രരായിരുന്നു, പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുന്നവരായിരുന്നു. പണക്കാരായ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഇസ്ലാം സ്വീകരിച്ച പണക്കാരായ ആളുകൾ ആ പണത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നില്ല, മറിച്ച് പണമൊക്കെയും ഇങ്ങനെ ഇസ്ലാമിക സേവനത്തിന് വേണ്ടി, ദരിദ്രർക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ട് അവരും കഷ്ടിച്ച് ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ഒരു സന്ദർഭത്തിൽ പള്ളിയിൽ ഇശാ നമസ്കാരാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. പ്രവാചകൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, എന്തേ, ആരാണ് നിങ്ങൾ? ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യൻ. 2 ദിവസമായി ആ മനുഷ്യൻ പട്ടിണിയിലാണ്, ഭക്ഷണമില്ല, പട്ടിണിയിലാണ്, ഭക്ഷണം കഴിക്കാതെ കിടക്കുകയാണ്. പ്രവാചകൻ മെല്ലെ ആ മനുഷ്യന്റെ കൈ പിടിച്ചു പുറത്തേക്ക് ഇറങ്ങി. പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല, പലപ്പോഴും പട്ടിണിയാണ് പ്രവാചകന്റെ വീട്ടിൽ. എപ്പോഴെങ്കിലും ഒരു ഈത്തപ്പഴമോ ഒരു പാൽക്കട്ടിയോ ബാർലിയോ കഴിക്കുന്ന ഒരവസ്ഥയാണ് പ്രവാചകനും ഉണ്ടായിരുന്നത്. പ്രവാചകൻ പുറത്തിറങ്ങി ആരെയാണ് ആദ്യം കാണുക? അവൻ വശം ഈ മനുഷ്യനെ ഏൽപ്പിക്കാം, ഇവരൊരു നേരത്തെ ഭക്ഷണമെങ്കിലും നൽകാൻ വേണ്ടി എന്ന് പ്രവാചകൻ നിശ്ചയിക്കുകയും പുറത്തിറങ്ങുകയും ചെയ്തപ്പോ അബൂ തൽഹാ റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത് കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തൽഹാ, ഞാൻ നിനക്കൊരു അതിഥിയെ തരികയാണ്. ഇയാൾ 2 ദിവസമായി പട്ടിണിയിലാണ്, എന്തെങ്കിലും നീ നൽകണം. ഒന്നും പറയാൻ അബൂ തൽഹക്ക് കഴിഞ്ഞില്ല, കാരണം പ്രവാചകനാണ് തരുന്നത്, പ്രവാചകനാണ് പറയുന്നത്. പ്രവാചകന്റെ അതിഥിയായി ആ മനുഷ്യൻ വീട്ടിലേക്ക് ഈ
ഇയാളെയും ചേർത്ത് പിടിച്ചു പോയി. വീട്ടിൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അബൂ തൽഹയെ കാത്തു നിൽക്കുകയാണ്. അബൂ തൽഹയെ കാത്തു നിൽക്കുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ കാണുന്നത് ഒരാളെയും ചേർത്ത് വെച്ചുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരികയാണ്. ഉമ്മു സുലൈം ഒന്ന് ഞെട്ടിപ്പോയി. കാരണം അവിടെ ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. മക്കളുണ്ട്, ഭാര്യയുണ്ട്, അബൂ തൽഹയുണ്ട്. അപ്പൊ എല്ലാവരും കൂടി എങ്ങനെ കഴിക്കും? മക്കൾ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ മക്കൾക്ക് കൊടുത്ത് ഇവർക്ക് പട്ടിണി കിടക്കാം, അല്ലെങ്കിൽ ഭർത്താവിന് കൊടുത്ത് അധ്വാനിച്ച് വരുന്ന ഭർത്താവിന് കൊടുക്കുക, ഞങ്ങളൊക്കെ പട്ടിണി കിടക്കാം എന്നൊക്കെയുള്ള ആലോചനയാണ്. അപ്പോഴാണ് ഒരു അതിഥി കൂടി വരുന്നത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇത് പ്രവാചകൻ എന്നെ ഏൽപ്പിച്ച ഒരു അതിഥിയാണ്, ഇദ്ദേഹത്തെ നമുക്ക് സൽക്കരിച്ചേ മതിയാവൂ. ഉടനെ തന്നെ അബൂ തൽഹയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും കൂടി ആ ഭക്ഷണം, അവർക്കായി ഒരാളുടേതായി മാത്രം ബാക്കി വെച്ച ആ ഭക്ഷണം എടുത്ത് ഈ അതിഥിക്ക് മുമ്പിൽ, ഇശാ നമസ്കാര ശേഷമാണ് വരുന്നത്, ഇരുടാണ്, വീട്ടിലെ നേരത്തെ ഒരു വെളിച്ചം മാത്രമുണ്ടാകും. ആ ഇരുട്ടിൽ ഈ മനുഷ്യന് മുമ്പാകെ ഭക്ഷണം വെച്ചു കൊടുത്തു. എന്നിട്ടും സാധാരണ നിലയിൽ അറബികൾക്കൊരു രീതിയുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒറ്റയ്ക്കുള്ള ഭക്ഷണം കഴിക്കാമെന്ന് അവർക്ക് ഇഷ്ടമല്ല, ഒന്നിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നു. എന്നാൽ ഭക്ഷണമില്ല. ഇവർ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുകയും ആ ഉള്ള ഭക്ഷണം അതിഥിയെ കൊണ്ട് മുഴുവനും കഴിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വിശപ്പ് മാറി തിരിച്ചുപോയി. ഒരു ചെറിയ സംഭവം അബൂ തൽഹയും ഭാര്യയും മക്കളും ഒന്ന് പട്ടിണിയായിരുന്നു. എന്നാൽ പിറ്റേന്ന് സുബഹി നമസ്കാരത്തിന് വേണ്ടി അബൂ തൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുകയാണ്, അയ്ന അബൂ തൽഹ, എവിടെയാണ് അബൂ തൽഹ? അപ്പോഴാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വരുന്നത്. ഉടനെ പ്രവാചകൻ അബൂ തൽഹയെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുകയാണ്, അബൂ തൽഹ, ഇന്നലെ രാത്രി താങ്കളും ഭാര്യയും നിർവഹിച്ച ആ മഹാദൗത്യമുണ്ടല്ലോ, അത് ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വീക്ഷിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മാത്രമല്ല, അപ്പോൾ ഒരു വിശുദ്ധ ഖുർആൻ വചനം പോലും ഇറങ്ങി. തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക്, ആരോ ആവട്ടെ, ഏതോ അന്യനാവട്ടെ, ഒരു പരിചയമില്ലാത്തവനാവട്ടെ, മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നവരാണവർ. വിശക്തരായ വ്യക്തിത്വങ്ങളെ കുറിച്ച് ഖുർആൻ പ്രശംസിച്ചു. ഇവരുടെ പേരിൽ വിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. പ്രവാചകൻ അബൂ തൽഹയെ മാറോട് ചേർത്ത് പിടിച്ചു. അബൂ തൽഹയുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകിപ്പോയി. എന്നെ അല്ലാഹു കണ്ടിരിക്കുന്നു, ശ്രദ്ധിച്ചിരിക്കുന്നു, മലക്കുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു, പ്രവാചകൻ പോലും എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. എന്താ, ഒരൊറ്റ നേരത്തെ ഒരു ഭക്ഷണം പല ദിവസങ്ങളിലും പട്ടിണിയാണ്. അന്നും പട്ടിണി കിടന്നു. അത് ഏതോ ഒരു മനുഷ്യന് നാളെ കാണാൻ പോലും കഴിഞ്ഞുകൊള്ളണമെന്നില്ലാത്ത ഒരു മനുഷ്യന് നൽകി എന്ന ആ വിശുദ്ധമായ ദൗത്യമാണ് ഈ രീതിയിൽ മനസ്സ് നിറപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അത് എവിടെ നിന്നുണ്ടായി എന്ന് നാം ചിന്തിക്കണം. ഇത്തരം ഒരു ചിന്ത ആ മനുഷ്യൻ എവിടെ നിന്നുണ്ടായി? താൻ പട്ടിണി കിടന്നാൽ പോട്ടെ, സാരയില്ല, മക്കൾ പട്ടിണി കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ മക്കളെ പോലും പട്ടിണി കിടത്തി ഏതോ ഒരു അന്യന് ഭക്ഷണം നൽകി അവന്റെ വിശപ്പ് മാറ്റാൻ കാണിച്ച മഹാമനസ്കത എവിടെ നിന്നാണ് കിട്ടിയത്? ഇന്ന് പട്ടിണി കിടന്നാലും നാളെ പട്ടിണി കിടക്കാത്ത ഒരു ലോകത്തേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന തിരിച്ചറിവായിരുന്നു അത്. ഇസ്ലാം നൽകിയ തിരിച്ചറിവ്. അപ്പോ ഏതൊരു സന്ദർഭമാവട്ടെ, നമ്മുടെ ഭക്ഷണ സന്ദർഭമാവട്ടെ, നമ്മുടെ ജീവിതത്തിലെ മറ്റേത് ഘട്ടവുമാവട്ടെ, വലിയ പ്രയാസം, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ചെറുതല്ലാത്ത വലിയൊരു പ്രയാസം നമ്മൾ നേരിടേണ്ടി വരും. നമുക്കത് സഹിക്കാൻ കഴിയില്ല. പക്ഷേ പടച്ചവന്റെ തൃപ്തിലാക്കിയാണ് നിങ്ങളെ നിർവഹിക്കുന്നെങ്കിൽ അബൂ തൽഹയ്ക്ക് വേണ്ടി മലക്കുകൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ പടച്ചവൻ നമ്മെ അബൂ തൽഹയെ സ്വീകരിച്ചതുപോലെ നമുക്ക് വേണ്ടിയും മലക്കുകൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടിയും
അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇസ്ലാം എന്ന പാഠം തന്നെയാണ് ജീവിതം നമുക്ക് നൽകുന്ന പാഠം. അതിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് മുന്നോട്ട് പോവേണ്ടത്. ആ യാത്ര മാത്രമേ നമ്മളെ രക്ഷപ്പെടുത്തുകയുള്ളൂ എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ കൂട്ടിച്ചേരലും ഇരുത്തവും ഒക്കെ ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. കാരണവാനായ നാഥ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങളൊക്കെ ഇന്ന് പുറത്തു തരണമേ റഹ്മാനെ. അറിഞ്ഞുമറിയാൻ ചെയ്തുപോയ പാപങ്ങൾ നീ പുറത്തു തരണമേ അല്ലാഹ്. ചെറുതും വലുതുമായ പാപങ്ങൾ, പ്രവൃത്തി പദത്തിലും വാക്കാലും ചിന്തയാലും വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഇന്ന് പുറത്തു തരണമേ റഹ്മാനെ. ലോകത്തിന്റെ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, ദുരന്തപൂർണമായ ദുരന്തത്തിൽപ്പെട്ടു പോകുന്നത് പോലുള്ള കാര്യങ്ങൾ, ഉപജീവന മാർഗം ഇല്ലാതായി പോകുന്നവ, ഇവയെ തൊട്ടൊക്കെ റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് പ്രയത്നിച്ചു. ഞങ്ങൾക്ക് നല്ല നിലയിൽ ജീവിച്ചു പോകാൻ വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് അധ്വാനിച്ചു. റബ്ബേ, ആ മാതാപിതാക്കളിൽ പലരും ഇന്ന് അവശരാണ്, ക്ഷീണിതരാണ്, രോഗികളാണ്, പ്രയാസത്തിലാണ്. റഹ്മാനായ റബ്ബേ, അവർക്ക് നീ കാരുണ്യം വർഷിക്കണമേ നാഥ. അവരുടെ മനസ്സിനെ നീ വിശാലമാക്കി കൊടുത്ത് സമാധാനം നൽകണമേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫയേകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ബർസഖി ലോകത്ത് ജീവിക്കുകയാണ്, ഖബറിലാണ് റഹ്മാനെ. അവർക്ക് നീ സ്വർഗം നൽകണമേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീൻ, ഗസ, ഇറാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ. സത്യവിശ്വാസികൾ വലിയ പരീക്ഷണത്തിലാണ് റഹ്മാനെ. അവർക്ക് നീ തുണയേകണമേ റഹ്മാനെ. അവർക്ക് നീ ആത്യന്തിക വിജയം പ്രദാനം ചെയ്യണമേ അല്ലാഹ്. അവർക്ക് നീ കരുത്തേകണമേ റഹ്മാനെ. ഏതൊരു സന്നിഗ്ധ ഘട്ടത്തിലും ഈമാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായി അവരെ നീ നിലനിർത്തണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ അല്ലാഹ്. വലിയ വലിയ ലക്ഷ്യങ്ങളുമായി ഈ ലോകത്ത് ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, സ്വാലിഹായ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ, കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.